10 rights of medical administration, the 10 rights of the medical administration. അറിയാമോ എല്ലാവർക്കും? ഇത് ESI ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറിയാമോടെ? ഇത് താഴെ പറയുന്ന ഇത് ഉൾപ്പെടാത്തതായിരിക്കും. ഓപ്ഷൻ റൈറ്റ് ക്ലയന്റ് ആണോ, ഓർ ദ റൈറ്റ് റെസ്പോണ്ട് ആണോ, ഓർ ദ റൈറ്റ് ഡോക്യുമെന്റേഷൻ ആണോ, ഓർ ദ റൈറ്റ് റൂട്ട് ആണോ? എല്ലാവരും ദ റൈറ്റ് റെസ്പോൺസ് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് 10 എണ്ണം? ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെയാണ് 10 എണ്ണം? ഫസ്റ്റ് വരുന്ന ഏതാ? ദ റൈറ്റ് പേഷ്യന്റ് അല്ലേ? ദ ഫസ്റ്റ് വരുന്ന റൈറ്റ് ഏതാണ്? ഒരു മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് നോക്കുന്ന കാര്യം എന്താണ്? ദ റൈറ്റ് പേഷ്യന്റ് അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ഫസ്റ്റ് റൈറ്റ് അതല്ലേ? ദ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന അതല്ലേ? ദ റൈറ്റ് പേഷ്യന്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഏതായിരിക്കും? റൈറ്റ് പേഷ്യന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതായിരിക്കും? ദ റൈറ്റ് മെഡിക്കേഷൻ അല്ലേ? ഈ പേഷ്യന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നോക്കുന്ന കാര്യം എന്താ? ദ റൈറ്റ് മെഡിക്കേഷൻ. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്ന കാര്യം. പിന്നെ അടുത്ത് വരുന്ന ഏതാ? ദ റൈറ്റ് ഡോസേജ് ആണോ? അടുത്ത പറഞ്ഞേ ദ ഡോസേജ് അല്ലേ അടുത്ത് നോക്കുന്ന? ടോട്ടൽ 10 എണ്ണം ഉണ്ടെങ്കിൽ അടുത്ത് വരുന്ന ഏതാ? ദ റൈറ്റ് ഡോസേജ് ആണ് അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഏതായിരിക്കും? അത് കഴിഞ്ഞതുകൊണ്ട് അടുത്ത ദ ഫോർത്ത് വൺ ഈസ് ദ റൂട്ട് അല്ലേ? റൂട്ട് നോക്കാറില്ലേ? ദ റൂട്ട് നോക്കാറില്ലേ? അത് കഴിഞ്ഞ് ഏതായിരിക്കും? ദ റൈറ്റ് ടൈം, ദ സമയം നോക്കാറുണ്ടല്ലേ? അത് കൊടുക്കേണ്ട സമയം കൂടെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? അവിടെ ദ ഡോക്യുമെന്റേഷൻ ചെയ്യാറില്ലേ? ദ ഡോക്യുമെന്റേഷൻ വരുന്നത് എത്രാമതായിട്ടാണ്? 6ാമതായിട്ടാണ് ദ റൈറ്റ് ഡോക്യുമെന്റേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഏതൊക്കെയുണ്ട്? ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പേഷ്യന്റിനോട് ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ആദ്യം പേഷ്യന്റിന് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അപ്പൊ അതെന്തായിരിക്കും? ദ റൈറ്റ് ക്ലയന്റ് എഡ്യൂക്കേഷൻ ഉണ്ടോ? ദ റൈറ്റ് ക്ലയന്റ് എഡ്യൂക്കേഷനും ഇതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയല്ലേ? ദ റൈറ്റ് ക്ലയന്റ് എഡ്യൂക്കേഷനും ഇതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പേഷ്യന്റ് പറയും ആ ഇഞ്ചക്ഷൻ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അധികാരം പേഷ്യന്റിനുണ്ടോ? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് പേഷ്യന്റ് പറയും എനിക്ക് ആ ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറയാനുള്ള അധികാരം കൂടെ ഉണ്ടോ? ദ റൈറ്റ് ടു റെഫ്യൂസ്, അതും ഇതിൽ ഉൾപ്പെടുന്നതല്ലേ? ദ റൈറ്റ് ടു റെഫ്യൂസും അതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഏതൊക്കെയുണ്ട്? പിന്നെ 2 എണ്ണം സാധാരണ കേൾക്കാത്ത കാര്യമാണ്. ദ റൈറ്റ് അസസ്മെന്റ് ഉണ്ടോ? അസസ്മെന്റ് വരുന്നുണ്ടോ അവിടെ? അസസ്മെന്റ്, ദ റൈറ്റ് അസസ്മെന്റും അവസാനമായിട്ട് 10ാമതായിട്ട് വരുന്ന ഏതാ? ദ റൈറ്റ് ഇവാലുവേഷനും ഉണ്ട്. സോ എല്ലാവരും ഫസ്റ്റ് ഏറ്റവും ആദ്യം 1ാമതായിട്ട് ദ പേഷ്യന്റ് അല്ലേ? ഫസ്റ്റ് വരുന്ന ഏതാ? ദ റൈറ്റ് പേഷ്യന്റ്. അത് കഴിഞ്ഞാൽ ദ റൈറ്റ് മെഡിക്കേഷൻ and dosage and route and time and documentation and the client education and the right to refuse and the right to assessment and the right to evaluation. ഇത്രയുമാണ്, ഈ 10 എണ്ണമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? the 10 right of the medication administration ആണോ? ഈ 10 എണ്ണത്തിൽ നമ്മൾ പറയുന്നത് എന്താ? the 10 rights of the medication administration എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതും. എല്ലാം എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്നറിയാമോ? കയ്യിലൊരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ എടുത്തോ. എല്ലാവരും കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ എടുത്തോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എടുത്തോ എല്ലാവരും എടുത്തോടെ.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ഭാഗം എവിടുന്ന? ഇറ്റ്സ് ഐ വി ഫ്ലൂയിഡ് കാൽക്കുലേഷൻ എന്നാണ് അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേടെ, എല്ലാ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇറ്റ്സ് ഐ വി ഫ്ലൂയിഡ് കാൽക്കുലേഷനിൽ നിന്നാണോ? ഐ വി ഫ്ലൂയിഡ് കാൽക്കുലേഷനിൽ നിന്നാണോ? ആണാണോ? യെസ്, ആണോ അവിടെ? പറയട്ടെ, ചെറുപറ പറയട്ടെ, ആണോ? ആണ്. അതിന്റെ ആൻസർ എത്രയായിരിക്കും? അതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ആരെങ്കിലും പറയണം. ഡോസ് ഇൻറ്റു പറയണം, എല്ലാരും പറയണം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞുതരാം. എല്ലാരും പറയണം, എല്ലാരും പറയണം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പറയണം. the prescribed dose in the diluted dose in hand ആണോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ടോട്ടൽ എത്ര ഫോർമുല ഉണ്ട്? ടോട്ടൽ ഏറ്റവും പ്രധാനപ്പെട്ട എത്ര ഫോർമുല ഉണ്ട്? ഇൻ ദ ഡ്രഗ് കാൽക്കുലേഷനിൽ ടോട്ടൽ എത്ര പ്രധാനപ്പെട്ട ഫോർമുല ഉണ്ട് പഠിക്കാൻ വേണ്ടി? എത്ര ഫോർമുല ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കാൻ വേണ്ടി? എത്രയുണ്ട്? ചുമ്മാ കമന്റ് എല്ലാരും കമന്റ് ഇപ്പൊ പറഞ്ഞുതരും. ചെറപറ പറഞ്ഞു എല്ലാരും പറഞ്ഞേ, ചെറവ പറഞ്ഞേ. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഏത് ഫോർമുല? ഏത് ഫോർമുല? ഈ ഒരു സാധനമാണോ? ഈ സ്ക്രീനിൽ കാണുന്ന സാധനമാണോ? ഈ സ്ക്രീനിൽ ഞാൻ എഴുതിയിരിക്കുന്ന സംഭവം എന്തെന്ന് മനസ്സിലായോ? ഈ സ്ക്രീനിൽ ഞാൻ എഴുതിയിരിക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായോ? എന്താണെന്ന് പറയണേ. That is the prescribed dose into എന്താ? That is the prescribed dose into എന്തായിരിക്കും? That is the quantity ആണോ? That is the quantity ആണോ? ആണോ? ആണ്. And it's divided by എന്താ? എന്താ? It's A എന്താണ്? It's available dose ആണോ? അവൈലബിൾ ഡോസ് ആണോ? ആണ്, അവൈൽ ഡോസ് ആണല്ലേ? യെസ്. അപ്പൊ അതൊരു ഫോർമുലയല്ലേ? അപ്പൊ ഈ പറഞ്ഞ ഫോർമുല വെച്ച് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച എല്ലാവരും ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. എത്ര കിട്ടും? ആൻസർ എത്രയായിരിക്കും? 7 ml അല്ലേ? 7 ml അല്ലേ? എല്ലാവരും കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? പറയണം, ചെറുപറ പറയണം. എല്ലാവരും കിട്ടിയോ?
എല്ലാവർക്കും കിട്ടിയല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, പറയട്ടെ പറയട്ടെ. ഇത് ഈ പറഞ്ഞ ഡ്രോപ്പ് പെർ മിനിറ്റിന്റെ ഫോർമുല എന്താ? ഇത് ഈ പറഞ്ഞ ഡ്രോപ്പ് പെർ മിനിറ്റിന്റെ ഫോർമുല എന്താ? പറഞ്ഞേ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, എല്ലാരും പറയണം. ഇത് ഡ്രോപ്പ് പെർ മിനിറ്റിന്റെ ഫോർമുല എന്താ? ഡ്രോപ്പ് പെർ മിനിറ്റിന്റെ ഫോർമുല എന്താ ചോദിക്കും. എന്താ ഫോർമുല? ഏനിയോ total volume into drop factor that is divided by എന്തായിരിക്കും? ടൈം ഇൻ മിനിറ്റ് ആണോ? ടൈം ഇൻ മിനിറ്റ് ആണോ? പറയണം, എല്ലാരും പറയണം, ക്വസ്റ്റ്യൻ ചോദിക്കും. ആണോ? ദ ടോട്ടൽ വോളിയം ഇൻറ്റു ദ ഡ്രോപ്പ് ഫാക്ടർ ദാറ്റ് ഡിവൈഡ് ബൈ ദ ടൈം ഇൻ മിനിറ്റ് ആണോ? ഈ പറഞ്ഞ ഡ്രോപ്പ് പെർ മിനിറ്റിന്റെ ഫോർമുല ആണോ? എല്ലാവരും ആണ്. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എടുത്തോ. ഒരു 1000 ml ഓഫ് NS എഴുതിയെടുത്തോ. 1000 ml ഓഫ് NS കൊടുക്കുന്നുണ്ട്. 5 മണിക്കൂറിൽ പോണം. 5 മണിക്കൂറിൽ പോണം. അപ്പൊ അവിടുത്തെ ഡ്രോപ്പ് ഫാക്ടർ എത്രയായിരിക്കും? അവിടെ എത്ര ഡ്രോപ്പ് പെർ മിനിറ്റ് എത്രയായിരിക്കും? 1000 ml നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. 5 മണിക്കൂറിൽ പോകണമെങ്കിൽ അവിടത്തെ ഡ്രോപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഡ്രോപ്പ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 1000 ml ആണ് പോവേണ്ടത്. 5 മണിക്കൂർ കൊണ്ട് അഡൾട്ടിലാണ് എങ്കിൽ അവിടത്തെ ഡ്രോപ്പ് പെർ മിനിറ്റ് എത്രയായിരിക്കും? ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഞാൻ ഈ തന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞേ. അവിടെ എത്ര ഡ്രോപ്സ് പെർ മിനിറ്റ് പോകണം? അവിടെ എത്ര ഡ്രോപ്സ് പെർ മിനിറ്റ് ആ പോകേണ്ടത് കുഞ്ഞുങ്ങളെ? 1000 ml ഓഫ് NS കൊടുക്കുകയാണെങ്കിൽ 5 മണിക്കൂറിലാണ് കൊടുക്കുന്നെങ്കിൽ അവിടത്തെ ഡ്രോപ്പ് പെർ മിനിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞേ. 50 ആണോ? 50 ഡ്രോപ്സ് കിട്ടിയ എല്ലാവർക്കും? 50 കിട്ടിയോ? 50 കിട്ടിയോ? എങ്ങനെ കിട്ടി 50 എങ്ങനെ കിട്ടി? 50 എങ്ങനെ കിട്ടി കുഞ്ഞുങ്ങളെ? 50 എങ്ങനെ കിട്ടി? ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് 1000 എടുത്തിട്ടു. എന്ത് ചെയ്യട്ടെ? ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ഗുണിക്കാൻ അറിയണ്ടേ? കുറച്ച് ഗുണിക്കാനും കുറയ്ക്കാനൊക്കെ അറിയണ്ടേ? അറിയണ്ടേ? 3000 ഡിവൈഡ് ബൈ 60, 0 എല്ലാം പോയി. എത്ര കിട്ടും? ഈക്വൽ ടു 50 ഡ്രോപ്സ് കിട്ടിയോ? എല്ലാവർക്കും 50 ഡ്രോപ്സ് കിട്ടിയോ കുഞ്ഞുങ്ങളെ? എല്ലാവർക്കും 50 ഡ്രോപ്സ് കിട്ടിയോ? ഇത് ആർക്ക് കിട്ടാറുണ്ട്? ആർക്കൊക്കെ കിട്ടാതെ ഉണ്ട്? ഉണ്ടോ ഇടയർക്ക്? ഇല്ലല്ലോ. എല്ലാവരും കിട്ടിയല്ലോ. എല്ലാവർക്കും കിട്ടിയല്ലോ. കിട്ടിയോ? എല്ലാവർക്കും? യെസ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കട്ടെ. വേണം.
വേണോ? ആ, വേണം വേണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. വെയിറ്റ് വെയിറ്റ്. 1000 ml. അടുത്തത് 1000 ml ആണേ. 1000 ml ഇറ്റ് ഇസ് നോർമൽ സലൈൻ, അതായത് ഇറ്റ് ഇസ് 0.9 ml ഇറ്റ് ഇസ് നോർമൽ സലൈൻ. നമുക്ക് 8 മണിക്കൂറിന് കൊടുക്കണം. പേഷ്യന്റ് 8 മണിക്കൂർ കൊണ്ട് കൊടുക്കണം. അവിടുത്തെ ഇറ്റ് ദ ഡ്രോ ഫാക്ടർ എന്ന് പറയുന്നത് 15 ആണ്. അവിടുത്തെ ഡ്രോ ഫാക്ടർ 15 ആണെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ ഫ്ലോ പെർ മിനിറ്റ് എത്രയായിരിക്കും? ഡ്രോസ് പെർ മിനിറ്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ. പേഷ്യന്റ് 1000 ml ആ പോവേണ്ടത്. ഇറ്റ് ഇസ് നോർമൽ സലൈനിലാണ്. ഇറ്റ് ഇസ് 0.9 ml ആണ് പോവേണ്ടത്. അത് 8 മണിക്കൂറിലാണ് പോകേണ്ടത്. അവിടുത്തെ ഇറ്റ് ദ ഡ്രോ ഫാക്ടർ 15 ആണെങ്കിൽ അവിടെ ഇറ്റ് ഇസ് ദ ഹൗ മനി ഡ്രോപ്സ് പെർ മിനിറ്റ് ആ പോകുന്നത്? എത്ര ആയിരിക്കും? എനിയോൺ. ആ, ആരോ പറഞ്ഞു, ആരോ ആൻസർ ഇടുന്നുണ്ട്. ദാറ്റ് ഇസ് 31.2 ആണോടെ. ദാറ്റ് ഇസ് 31.2 കിട്ടി എല്ലാവർക്കും. ദാറ്റ് ഇസ് 31.2 കിട്ടിയോ? അത് എങ്ങനെ കിട്ടി? അത് എങ്ങനെ കിട്ടി? ഇനി അപ്പൊ ചോദിക്കണം എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞോ. എങ്ങനെ കിട്ടി? ഞാൻ എഴുതരാം. എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയേ? ഇവിടുത്തെ ടോട്ടൽ വോളിയം എത്രയാണ്? ഇവിടുത്തെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 1000 ml അല്ലേ? എത്രയാണ് ടോട്ടൽ വോളിയം? എല്ലാവരും പറയണം. എത്രയാ ടോട്ടൽ വോളിയം? 1000 ml അല്ലേ? ടോട്ടൽ വോളിയം എത്രയാ? 1000 ml ആണ്. ആൻഡ് ഇവിടുത്തെ ഡ്രോ ഫാക്ടർ എത്രയാ? ആൻഡ് ഇവിടത്തെ ഡ്രോ ഫാക്ടർ എത്രയാ? 15 അല്ലേ? 15 15 അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആർക്ക് പറയാം? ഇവിടെ നമ്മൾ ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ആ സമയത്തെ അങ്ങ് മാറ്റേണ്ട കുഞ്ഞുങ്ങളെ. ആ സമയം എത്രയാ ഇവിടെ? 8 മണിക്കൂർ തന്നിരിക്കുന്നത്. സമയം എടുത്ത് 8 മണിക്കൂർ എന്നല്ലേ സമയം തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന ടൈമിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റിന് എന്തിനു ടൈമിനെ കൺവേർട്ട് ചെയ്യണം? ഈ പറഞ്ഞ ഹവേഴ്സിനെ ദാറ്റ് ഇസ് ദ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? ഹവേഴ്സിനെ ഇൻ ദ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? ആ, കൺവേർട്ട് ചെയ്യണം. അപ്പോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ എത്ര മിനിറ്റാ? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? ദാറ്റ് ഇസ് 60 അല്ലേ? 60 അല്ലേ? അപ്പൊ 60 ഇൻറ്റു 8 ആണോ? 60 ഇൻറ്റു 8 എന്ന് എത്ര കിട്ടും? ദാറ്റ് ഇസ് 480 കിട്ടുമോ ഇവിടെ? 480 കിട്ടും ഇവിടെ സമയം. കിട്ടുമല്ലോ. പിന്നെ ബാക്കി എടുത്ത് ഈ പറഞ്ഞ ഫോർമുല ഇട്ട് ചെയ്താൽ പോരെ. ദാറ്റ് ഇസ് 1000 ഇൻറ്റു ദ ഡ്രോ ഫാക്ടർ 15 ആണ്. ആൻഡ് സമയം എടുത്തിടുന്നു 480 ഇടുന്നു. അതെല്ലാം വെട്ടിപ്പോകുമ്പോ എത്ര കിട്ടും? ദാറ്റ് ഇസ് 31.2 GTT എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഈ ഒരു ഉത്തരം കിട്ടിയോ? കിട്ടിയോടെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ എഴുതും എല്ലാവരും. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവരും എഴുതോ?
ഇല്ല എഴുതും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട്. ദ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവിടുത്തെ ദ ഗോസ് സൈസ് ഏതാണ്? ദ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ദ ഗോസ് സൈസ് എത്രയാണ്? 16 ആണോ, 18 ആണോ, 22 ആണോ, 26 ആണോ, 26 ആണോ, 22 ആണോ, 18 ആണോ, 16 ആണോ? സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ 26 എന്നല്ലേ ഞാൻ പറഞ്ഞു? ശരിയാണ്, 26 ആണ്. അപ്പൊ എനിക്ക് അറിയേണ്ട ഫസ്റ്റ് കാര്യം ദ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ ആംഗിൾ എത്രയാ? എനിക്ക് അറിയേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ദ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ ആംഗിൾ ഓഫ് ഇൻസേർഷൻ എത്രയാണ്? 45 ഡിഗ്രി ആണോ? 45 ഡിഗ്രി ആണോ? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി ആണ്. അത് ഇൻ കേസ് നല്ല ഒബീസ് പേഷ്യന്റ് ആണെങ്കിലോ? അത് ഇൻ കേസ് നല്ല ഒബീസ് പേഷ്യന്റ് ആണെങ്കിൽ എത്രയായിരിക്കും? ഒരു 90 ഒരു പൊക്കൂടെ? നല്ല ഒബീസ് ആണെങ്കിൽ 90 വരെയും പോവാം. അപ്പൊ ഏറ്റവും നോർമൽ ആയിട്ട് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷന്റെ ആംഗിൾ ഓഫ് ഇൻസേർഷൻ എത്രയാ? 45 ഡിഗ്രി. ആൻഡ് ഐ എം ആണെങ്കിൽ എത്ര ഡിഗ്രിയാ? ആൻഡ് ഐ എം ആണെങ്കിൽ എത്ര ഡിഗ്രിയാ? 90 അല്ലേ? 90 അല്ലേ? 90 അല്ലേ? 90 അല്ലേ? ആൻഡ് ഇൻട്രാവീനസിന്റെ ആംഗിൾ എത്രയാ? പലപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ആൻസർ ആണ്. ഇൻട്രാവീനസിന്റെ ആംഗിൾ ഓഫ് ഇൻസേർഷൻ എത്ര ഡിഗ്രിയാ? ഇൻട്രാവീനസ് അത് 15 ആണോ ഓർ 25 ഡിഗ്രി ആണോ? അത് 15 ആണോ 25 ആണോ? സ്ഥിരം തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാവീനസിന്റെ എത്രയാണ്? ഇൻട്രാവീനസ് 15 ആണോ 25 ആണോ? ഇൻട്രാവീനസ് 15 ആണോ 25 ആണോ? ഇൻട്രാവീനസ് എത്ര? ഇൻട്രാവീനസ് പലരും 15 എന്ന് പറയുന്നു. അപ്പൊ ഇൻട്രാഡെർമൽ എത്രയാ? നിങ്ങൾ പലരും 15 എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, അപ്പോൾ ഇൻട്രാഡെർമൽ എത്രയാ? ഇൻട്രാഡെർമൽ അല്ലേ 15 ഡിഗ്രി? ഇൻട്രാഡെർമൽ അല്ലേ 15 ഡിഗ്രി? അല്ലേ? ഇൻട്രാഡെർമൽ അല്ലേ 15 ഡിഗ്രി? അപ്പൊ ഇൻട്രാവീനസ് എത്രയാ? 25 ഡിഗ്രി. 25 ഡിഗ്രി വരുന്ന ഏതാ? 25 ഡിഗ്രി വരുന്ന ഏതാ? ദാറ്റ് ഈസ് ഇൻട്രാവീനസ് ആണ് 25 ഡിഗ്രി വരുന്നത്. ആൻഡ് ഇൻട്രാഡെർമൽ ആണെങ്കിൽ എത്രയാ? 15 ഇൻട്രാഡെർമൽ അല്ലേ? ദാറ്റ് ഇസ് 15 ഇൻട്രാഡെർമലും ആൻഡ് ഇൻട്രാവീനസ് ആണെങ്കിൽ അത് 25ഉം സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 45 ഡിഗ്രി. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 45 ഡിഗ്രിയും ആൻഡ് ഇൻട്രാമസ്കുലാർ ആവുമ്പോൾ 90 ഡിഗ്രിയും വരുന്നു. ഒരിക്കലും മറക്കരുത്. ദാറ്റ്സ് ഇഞ്ചക്ഷന്റെ കാര്യങ്ങൾ എല്ലാ കേരള PSCയിലും ക്വസ്റ്റ്യൻ വരുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇൻട്രാഡെർമലിന്റെ ആംഗിൾ ഓഫ് ഇൻസേർഷൻ എത്രയാ? സ്കിന്നിലോട്ട്, സ്കിന്റെ എപ്പിഡെർമിസ് അല്ലേ? ഡെർമൽ 15 10 ഡിഗ്രിയും ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഒന്നുകിൽ 15 അല്ലെങ്കിൽ 10 എന്ന് ഓർമ്മിച്ചാൽ മതി. ആൻഡ് ഇൻട്രാവീനസ് ആണെങ്കിലോ 25 ഡിഗ്രി. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിലോ 45 ഡിഗ്രി. ആൻഡ് ഇൻട്രാമസ്കുലർ ആണെങ്കിലോ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി മറക്കരുത്. ചോദിച്ചാൽ എഴുതോടെ. അപ്പൊ ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് ഗോജ് സൈസ് അല്ലേ? അപ്പോ സബ്ക്യൂട്ടേനിയസ് എത്രയാണ്? എത്ര ഗോജ് കൊടുക്കാം? 26 ആണോ 22 ആണോ 18 ആണോ 16 ആണോ? 26.
26. അതിന്റെ കളർ എന്താണ്? അതിന്റെ കളർ എന്താ? ഇറ്റ് ഇസ് ദ ഹബ് കളർ എന്താ? അതുകൂടെ പഠിച്ചിരിക്കാം. ആ കൊടുക്കുന്ന ഇറ്റ് ദ ഹബിന്റെ കളർ എന്താ? എന്താ 26ന്റെ കളർ എന്താണ്? ഇറ്റ് ബ്രൗൺ ആണോ? 26 ബ്രൗൺ ആണോ? 26 ബ്രൗൺ ആണോ? 26 ബ്രൗൺ ആണോ? ആണ്. 26 ബ്രൗൺ ആണല്ലേ? 26 ബ്രൗൺ ആണ്. അപ്പൊ 25 ഗോജ് എത്ര? അപ്പൊ 25 ഗോജ് എന്ത് കളറാ? ഓറഞ്ച് ആണ്. 25 ഓറഞ്ച് അല്ലേ? 25 ഓറഞ്ച് അല്ലേ? അല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇതൊരു കണ്ടതിന്റെ കളറെല്ലാം പറഞ്ഞേ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള കളറെല്ലാം പറഞ്ഞേ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള കളറുകളെല്ലാം പറഞ്ഞേ. എല്ലാരും പറയണം. ഇറ്റ് ഇസ് ദ ബ്ലൂ കളർ. എന്താണ്? എത്ര ഗോജാടെ? ഇറ്റ് ബ്ലൂ കളർ എത്ര ഗോജ? ഇറ്റ്സ് ബ്ലൂ എത്ര ഗോജ? എത്ര ഗോജ ബ്ലൂ? 22 ആണോ? 22 ആണോ? ആൻഡ് പിങ്ക് എത്ര ഗോജാണ്? പിങ്ക് എത്ര ഗോജ? പിങ്ക് ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ഉപയോഗിക്കുന്ന പിങ്ക് എത്ര ഗോജ? പറയടേ. എല്ലാരും പറ. ആലോചിച്ച് പറ. 16 ആണോ? 18 ആണോ? 15 ആണോ? 17 ആണോ? പിങ്ക് 18 അല്ലേ? പിങ്ക് 18 അല്ലേ? പിങ്ക് 18 ഗോജ് അല്ലേ? എല്ലാരും പറയട്ടെ. പിങ്ക് 18 അല്ലേ? ചോദിക്കവിടെ. വെയിറ്റ്. പിങ്ക് 18 അല്ലേ? അപ്പൊ ആരോ 16 ഗോജ് എന്ന് പറയുമ്പോ ഏതായിരിക്കും? ഒരു 16 ഗോജ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? എന്ത് ഗോജ് എന്തായിരിക്കും? 16 എന്തായിരിക്കും? 16 അതായത് വൈറ്റ് ആണോ യെല്ലോ ആണോ? 16 എന്ന് പറയുന്നത് വൈറ്റ് ആണോ യെല്ലോ ആണോ? 16 വൈറ്റ് അല്ലേ? 16 വൈറ്റ് അല്ലേ? 16 വൈറ്റ് ആണ്. മറക്കരുത്. 16 വൈറ്റ് ആണെന്ന കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഓർമ്മ വേണം. ഇത്രയും പഠിച്ചല്ലോ. ഇഞ്ചക്ഷന്റെ കാര്യം പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും. ഇഞ്ചക്ഷൻ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും. സിറിഞ്ചിന്റെ പാർട്സ് ഏതൊക്കെയാണ്? ഇഞ്ചക്ഷൻ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും. സിറിഞ്ചിന്റെ പാർട്സ് ഏതൊക്കെയാണ്? എത്ര പാർട്സ് ഉണ്ട് സിറിഞ്ചിന്? ഒന്ന് സിറിഞ്ചിന്റെ പാർട്സ് ദാറ്റ് ഇസ് ദ പിസ്റ്റൺ ആൻഡ് ദ ബാരൽ ആണോടെ? പിസ്റ്റൺ ആൻഡ് ദ ബാരൽ ആണോ? സിറിഞ്ചിന്റെ പാർട്സ് ചോദിക്കുമ്പോൾ എത്ര പാർട്സ് ഉണ്ട്? സിറിഞ്ചിന്റെ പാർട്സ് ചോദിക്കുമ്പോൾ എത്ര പാർട്സ് ഉണ്ട്? രണ്ട് പാർട്ട് ഏതൊക്കെയാണ്? ഒന്ന് ബാരലും സെക്കൻഡ് ഉണ്ട് പിസ്റ്റണും. ബാരലും ആൻഡ് ദ പിസ്റ്റണും. ഓർമ്മ കിട്ടോ? കിട്ടും. ആൻഡ് നീഡിലെ പാർട്ട് ഏതാ? നീഡിലിന്റെ പാർട്ട് ഏതാ? അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ദ ഹബ് എന്നും ആൻഡ് ദ ഷാഫ്റ്റ് എന്നും ആൻഡ് ദ ബെവൽ എന്നൊക്കെ ഉള്ളല്ലേ? ആൻഡ് ദ ഹബ് എന്നും ഷാഫ്റ്റ് എന്നും ആൻഡ് ദ ബെവൽ എന്നൊക്കെ ഉള്ളത് അറിയാമോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും?
എവിടെയല്ലേ? പണ്ട് കോളേജ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. ഇത് ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ 1ാമത്തെ മാസമോ 2ാമത്തെ മാസമോ പഠിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ ശേഷം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പേരറിയത്തില്ല. സത്യമല്ലേ? അല്ലേടെ? ഇത്രയും വർഷമായിട്ടും അതിന്റെ പേരുകൾ ഓർമ്മയില്ല. ആ ആ അപ്പൊ ഇതിന്റെ സിറിഞ്ചിന്റെ പാർട്സ് ഏതൊക്കെയാ? ഇതിന്റെ സിറിഞ്ചിന്റെ പാർട്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇസ് ദ ബാരലും ഉണ്ട്, ആൻഡ് ദ പിസ്റ്റണും ഉണ്ട്, ആൻഡ് ദ ബാരലും പിസ്റ്റണും ഉണ്ട്. ആൻഡ് ദ നീഡിലിന്റെ പാർട്ട് എത്രയുണ്ട്? 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ദ ഹബ് ഉണ്ട്, സെക്കൻഡ് ഇറ്റ്സ് ദ ഷാഫ്റ്റ് ഉണ്ട്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ബെവലും ഉണ്ടെന്ന കാര്യം കൂടെ ജസ്റ്റ് ഓർമ്മ വേണം. ഇഞ്ചക്ഷനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഇഞ്ചക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ സൈറ്റ് ഏതാ? ഇറ്റ്സ് ഇൻട്രാമസ്കുലർ സൈറ്റ് ഏതൊക്കെയാണ്? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ ഇറ്റ്സ് ഇൻട്രാമസ്കുലർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ഇൻട്രാമസ്കുലർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എല്ലാരും പറയുന്ന പോലെ ഡെൽറ്റോയിഡ് ഉണ്ടോ? ഫസ്റ്റ് വൺ ഇസ് ഡെൽറ്റോയിഡ്. സെക്കൻഡ് വൺ ഇറ്റ്സ് ദ വെൻട്രോഗ്ലൂട്ടിയൽ ഉണ്ടോടെ? ഇറ്റ്സ് ദ വെൻട്രോഗ്ലൂട്ടിയലിനോടെ ഉണ്ട്. അത് രണ്ടും പറഞ്ഞെങ്കിൽ ഇനി വേറെ രണ്ടെണ്ണം ഏതൊക്കെയുണ്ട്? അത് രണ്ടും പറഞ്ഞിട്ട് വേറെ ഏതൊക്കെയുണ്ട്? നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഏതാടെ? ഈ പറഞ്ഞ കുട്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാ? കുട്ടികളിൽ ഇൻഫാൻസ് വാറ്റസ് ലാറ്ററാലിസ് അല്ലേ? അതും ഒരു സൈറ്റ് അല്ലേ? ആൻഡ് ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞേ. ഡോർസോഗ്ലൂട്ടിയൽ സൈറ്റ് ഉണ്ടോ? ഡോർസോഗ്ലൂട്ടിയൽ സൈറ്റ് ഉണ്ടോ? അപ്പൊ IM-ന്റെ സൈറ്റ് ഒക്കെ ആയല്ലോ. ഒരു ക്വസ്റ്റ്യനെ കുറിച്ചാ പറഞ്ഞത്. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു? സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഇറ്റ്സ് ദ ഗോജ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചോടെ? പഠിച്ചു. യെസ് ഓർ നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ഡിസ്കഷനാ. അങ്ങോട്ട് ഇനി ഈ മാസം 29-ാം തീയതി വരെയും ഈ മാസം 29-ാം തീയതി വരെയും ഓരോ ദിവസവും സമയം കൂട്ടി എന്താണ് ക്വസ്റ്റ്യൻ മാത്രം. ക്വസ്റ്റ്യൻ ഡിസ്കഷനും 29-ാം തീയതി ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ കിടക്കുന്നു. വീണ്ടും ഇഞ്ചക്ഷന്റെ ക്വസ്റ്റ്യൻ. RCCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. That's the most preferred site for the IM injection that is before the age of the 7 month വരെ ഏതായിരിക്കും? 7 മന്തിന് മുമ്പേ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദ സൈറ്റ് ഓഫ് ദ IM ഏതായിരിക്കും? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒരു 7 മന്തിന് മുമ്പേ ആയിട്ട് ഏത് ഉപയോഗിക്കും? ഇവിടെ 7 മാസം മുമ്പേ ആയിട്ട് വാട്രസ് ലാറ്ററാലിസ് അല്ലേ? ഇപ്പൊ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇഞ്ചക്ഷനെ കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞോടെ. That's the most preferred the site of the that's IM injection for the adult ഏതായിരിക്കും? അഡൾട്ടിൽ അപ്പോൾ ഏതായിരിക്കും? ദാറ്റ്സ് ദ വെൻട്രോഗ്ലൂട്ടിയൽ ആണോ? ദാറ്റ്സ് വെൻട്രോഗ്ലൂട്ടിയൽ. അഡൾട്ടിൽ അപ്പോൾ നമ്മൾ ഏതായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അഡൾട്ടിൽ ഏതാ അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ദ വെൻട്രോഗ്ലൂട്ടിയൽ ആണ് അഡൾട്ടിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമല്ലോ എല്ലാവരും? ഇഞ്ചക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമോ? എല്ലാവരും എഴുതോ? ഇഞ്ചക്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു എഴുതോ? ഇഞ്ചക്ഷൻ എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ.
അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. വീണ്ടും ഇഞ്ചക്ഷൻ ക്വസ്റ്റ്യനാ. വീണ്ടും ഇഞ്ചക്ഷൻ ക്വസ്റ്റ്യൻ. കേരള PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. The route of administration that is the selected for the rapid action. നമ്മൾ ഏറ്റവും വളരെ വേഗത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ വളരെ വേഗത്തിൽ അതിന്റെ ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടി കൊടുക്കുന്ന സൈറ്റ് ഏതാ? ഇൻട്രാഡെർമൽ ആണോ, ഇൻട്രാവീനസ് ആണോ, സബ്ക്യൂട്ടേനിയസ് ആണോ, IV അല്ലേ? അറിയാം, IV ആണെന്ന കാര്യം അറിയാം. ഇത് സ്റ്റാഫ് നഴ്സ് കേരള എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. ഏതാണ് നമ്മൾ ഈ പറഞ്ഞ ചെവിയിലോട്ട്, നമ്മുടെ ചെവിയിലോട്ട് ഒരു മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പുള്ള് ചെയ്യുന്നത്? അത് അപ്വേർഡും ആൻഡ് ദ ഡൗൺവേർഡും ആണോ, ആൻഡ് ദ ഡൗൺവേർഡും ബാക്ക്വേർഡും ആണോ, ആൻഡ് ദ സൈഡ് വേർഡും അപ്വേർഡും ആണോ, ആൻഡ് ദ സൈഡ് വേർഡും ആൻഡ് ദ ഡൗൺവേർഡും ആണോ? ഇത് ടിപ്പിക്കലി നമ്മൾ ഇതിന്റെ ഡ്രോപ്സ് രൂപത്തിലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്? ആണല്ലോ. ഇത് ടിപ്പിക്കലി നമ്മൾ ഇതിന്റെ ഡ്രോപ്സ് രൂപത്തിലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്? ആണോ അല്ലേ? ആണ്. അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവിടെ കൊടുക്കുന്ന പൊസിഷൻ ഏതാ? അവിടെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ്? ഏത് പൊസിഷൻ കൊടുക്കും? ഏത് പൊസിഷനാ കുഞ്ഞുങ്ങളെ? ഏത് പൊസിഷനായിരിക്കും? സൈഡ് ലൈൻ ആണോ? ആണ്. സൈഡ് ലൈനിങ് അല്ലേ? അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നോക്കേണ്ടത് എന്താണ്? അതൊരു കുട്ടിയാണോ ഓർ അഡൾട്ട് ആണെന്നല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ? ഒരു ഫസ്റ്റ് ചൈൽഡ് ആണോ ഓർ അഡൾട്ട് ആണോ എന്നല്ലേ ഫസ്റ്റ് നോക്കേണ്ട കാര്യം? എന്താ? ഇറ്റ്സ് അഡൾട്ട് ആണോ ഓർ ദ ചൈൽഡ് ആണോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്? അപ്പോൾ ഇത് അഡൾട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും? അഡൾട്ട് ആണെങ്കിൽ എങ്ങനെയാണ്? എല്ലാരും പറ. അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആണോ? അഡൾട്ട് ആണെങ്കിൽ അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. അഡൾട്ട് ആണെങ്കിൽ എങ്ങോട്ടാ? അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇയേഴ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കാണോ ആ പ്രായം? ജസ്റ്റ് ഒരു 3 ഇയേഴ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരിലാണോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്? ആണോ? ആ ഒരു പ്രായം ജസ്റ്റ് 3 ഇയേഴ്സിന് മുകളിലോട്ട് വരുമ്പോഴാണോ നമ്മൾ ഇങ്ങനെ അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് കൊടുക്കുന്നത്? ആണല്ലേ? അപ്പൊ ചോദിക്കും, അതേ പ്രായം ജസ്റ്റ് 3 ഇയേഴ്സിന് താഴെയാണെങ്കിലോ? അതേ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അതേ ക്വസ്റ്റ്യൻ അത് വേറെ രീതി ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ചൈൽഡിനാണ്. അതേ ഈൽ ഡ്രോപ്സ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? പിന്നെ എങ്ങനെ പുള്ളി ചെയ്യും? ആ കുട്ടിയുടെ പ്രായം നോക്കണം. ഒരു ചൈൽഡ് ആണെങ്കിൽ, ചിൽഡ്രൻ ആണെങ്കിൽ എങ്ങനെയാടേ? ചിൽഡ്രൻ ആണെങ്കിൽ പിന്നെ എങ്ങോട്ടാ? അത് ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആണോ? രണ്ട് ക്വസ്റ്റ്യൻ മാറി ചോദിച്ച് വ്യത്യസ്തമായ രീതി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറന്നു പോയത് കുട്ടിയാണ്. ചിൽഡ്രൻ ആണെങ്കിൽ എങ്ങോട്ടാ? താഴോട്ടും ആൻഡ് ബാക്ക്വേർഡ് അല്ലെ? ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആണെന്ന കാര്യം കൂടെ
ഓർമ്മിക്കണം. കിട്ടിയോ? ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഇൻ ദ ലംബാർ പഞ്ചറിൽ CSF അങ്ങനെയാടെ എടുക്കാൻ വേണ്ടി ഇൻ ദ നീഡിൽ ഇൻസേഷൻ എങ്ങനെയാ? ആ സൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയണം. പറഞ്ഞു എല്ലാവരും പറഞ്ഞു. എല്ലാരും സമയം തരാം, ആലോചിച്ച് പറയുക. പറഞ്ഞു. ഇറ്റ്സ് ഓപ്ഷൻ ഇറ്റ്സ് L3 and L4 ആണോ? എങ്കിൽ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ദ ലംബാർ പഞ്ചറിന്റെ മറ്റൊരു പേരെന്താ? ദ ലംബാർ പഞ്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? സ്പൈനൽ ടാപ്പിംഗ് എന്ന് വിളിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇത് ലംബാർ പഞ്ചറിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? സ്പൈനൽ ടാപ്പിംഗ് എന്ന് കൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറഞ്ഞ ഇൻസേഷൻ വരുന്ന സ്ഥലം എവിടെയാ ചോദിക്കും. ഇത് പലവട്ടം കേരള പീസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങോട്ടാണ്? എങ്ങോട്ടാ? സ്പൈനൽ കോഡ് അവസാനിക്കുന്നത് എവിടെയാ? അവസാനിക്കുന്ന സ്ഥലം എവിടെയാ? സ്പൈനൽ കോഡ് എവിടെ അവസാനിക്കും? പറഞ്ഞു. ഈ സ്പൈനൽ കോഡ് അവസാനിക്കുന്ന സ്ഥലം L1-L2 ആണോ? സ്പൈനൽ കോഡ് അവസാനിക്കുന്ന സ്ഥലം L1-L2 ആണോ? ആണോടെ? സ്പൈനൽ കോഡ് അവസാനിക്കുന്ന സ്ഥലം L1-L2 അല്ലേ? L1-L2 അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സൈറ്റ് ഏതായിരിക്കും? L3-L4 ആയിരിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്പൈനൽ ടാപ്പിങ്ങിന് അല്ലെങ്കിൽ ഇതിന്റെ ലംബാർ പഞ്ചറിന് ഉപയോഗിക്കുന്ന സൈറ്റ് ഏതാ? L3-L4 ആയിരിക്കും. ഇത് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, പേഷ്യന്റ് പൊസിഷൻ ഏതാ? എന്ത് പൊസിഷനാ? എന്ത് പൊസിഷൻ ആയിരിക്കും? ദ ലെഫ്റ്റ് ലാറ്ററൽ ആണോ? ദ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണോ കുഞ്ഞുങ്ങളെ? ദ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണോ ആണല്ലേ? ദ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ആൻസർ ദാറ്റ്സ് L3-L4. അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു തരണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കണ്ടോ? CSF എന്ന് കണ്ടോ എല്ലാവരും? എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്. ചോദിക്കട്ടെ. ഞാൻ എന്ത് കണ്ടു? ഫസ്റ്റ് ലംബാർ പഞ്ചറിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഇതിലൊരു ക്വസ്റ്റ്യൻ ഒരു കാര്യം കണ്ടു. CSF കണ്ടു. അതേ CSF നമ്മുടെ ചെവിയിൽ കൂടെ വെളിയിൽ വിളിക്കുന്ന പേരെന്താ? നമ്മുടെ ഇയറിൽ കൂടെ ആ CSF വെളിയിലോട്ട് വരികയാണെങ്കിൽ കണ്ടീഷൻ ഏതാ? റൈനോറിയാണോ ഓട്ടോറിയാണോ? ഇത് ഇയറിൽ കൂടെ വരികയാണെങ്കിൽ CSF ലീക്കേജ് ത്രൂ ദ ഇയർ ആണെങ്കിൽ
ഓട്ടോറിയ. ഓട്ടോറിയ. അതേ CSF ലീക്കേജ് നമ്മുടെ നോസിലൂടെ വരികയാണെങ്കിൽ എന്ത് വിളിക്കാം? അതേ CSF ലീക്കേജ് നമ്മുടെ നോസിലൂടെ വരികയാണെങ്കിൽ അതാണ് റൈനോറിയ. അതാണ് റൈനോറിയ. ആണോ? ആണോടെ? യെസ്, ആണ്. ഇനി അറിയണോ CSF കുറിച്ച്? ഇനി അറിയണോ CSF കുറിച്ച്? CSF കുറിച്ച് ഇനിയും അറിയണോ? CSF കുറിച്ച് അറിയണം. CSF എന്ന് പറയുമ്പോൾ അതിന്റെ പ്രഷർ എത്രയാ? CSF പ്രഷർ എത്രയാ? എല്ലാ കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. CSF പ്രഷർ എന്ന് പറയുന്നത് ഒരു 5 മുതൽ 15 mmHg ആണോ? ഒരു 5 മുതൽ 15 mmHg ആണോ CSF പ്രഷർ എന്ന് പറയുന്നത്? CSF പ്രഷർ എന്ന് പറയുന്നത് ഒരു 5 മുതൽ ഒരു 15 mmHg ആണോ CSF പ്രഷർ? പ്രഷർ ആണോ? ആണോ? ആണോടെ? യെസ്, യെസ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഇമ്പോർട്ടന്റ് സൈൻ ഉണ്ട്. അറിയാമോ? എല്ലാവരും ഇറ്റ് ഇസ് ദ ബാറ്റിൽ സൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദ ബാറ്റിൽ സൈനും ആൻഡ് ദ റാക്കൂൺ സൈൻ കേട്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് സൈനാണ്. ഇറ്റ് ഇസ് ദ ബാറ്റിൽ സൈനും ആൻഡ് ദ റാക്കൂൺ സൈൻ എന്നും കേട്ടിട്ടുണ്ടോ? ഇന്ന് CSFുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് സൈനാണ്. ഒന്ന് ഇറ്റ് ഇസ് ദ ബാറ്റിൽ സൈനും ആൻഡ് ദ റാക്കൂൺ സൈനും എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഇറ്റ് ഇസ് ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ ഇയർ വരുന്ന ഏതാ? ഈ ഒരു CSFന്റെ ലീക്കേജ് കാരണം ഇറ്റ്സ് ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നു ഇൻ ദ ഇയറിൽ വരികയാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? CSFന്റെ ലീക്കേജ് കാരണം ദാറ്റ്സ് ദ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഇൻ ദ ഇയറിൽ വരികയാണെങ്കിൽ വിളിക്കുന്ന പേര് ദാറ്റ്സ് ദ ബാറ്റിൽ സൈൻ എന്ന് വിളിക്കുക. അല്ലേ? അല്ലേ? വിളിച്ചുകൂടെ? ബാറ്റിൽ സൈൻ. ബാറ്റിൽ സൈൻ വിളിച്ചൂടെ? വിളിക്കാം. അതേ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, നമ്മുടെ കണ്ണുകളിൽ വന്നാൽ വിളിക്കുന്ന പേരെന്താ? അതേ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ നമ്മുടെ കണ്ണുകളിൽ വന്നാൽ, ഇൻ ദ ഐസിൽ വന്നാൽ വിളിക്കുന്ന പേര് റാക്കൂൺ സൈൻ എന്ന് വിളിക്കുക. അല്ലേ? അതേ കളർ എന്ത് ചെയ്യുന്നു? അതേ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നത് നമ്മുടെ കണ്ണുകളിലാണെങ്കിൽ വിളിക്കുന്ന പേര് റാക്കൂൺ സൈൻ എന്ന് വിളിക്കാം. അപ്പൊ രണ്ട് സൈൻ പറഞ്ഞു ഇവിടെ. ഫസ്റ്റ് ദ CS ലീക്കേജ് നമ്മുടെ കണ്ണുകളിലൂടെ അതിന്റെ പറഞ്ഞ കളർ ചേഞ്ച് വരികയാണെങ്കിലോ, ഒരു ഇഞ്ചറി ഉണ്ടായി, ഒരു ഹെഡ് ഇഞ്ചറി ഉണ്ടായി, CSF ലീക്കേജ് വന്നു. അപ്പൊ നമ്മുടെ കണ്ണുകളിലാണ് ഇത് കളർ ചേഞ്ച് വരികയാണെങ്കിൽ, ഇറ്റ്സ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരികയാണെങ്കിൽ അത് റാക്കൂൺ സൈനും. ഇതിന്റെ കാതുകളിലാണെങ്കിലോ, ഇൻ ദ ഇയറിലാണെങ്കിലോ ദാറ്റ്സ് ദ ബാറ്റിൽ സൈനും. ഇനി ഒരു സൈൻ കൂടെ ഉണ്ട്. ആർക്ക് പറയാം? ഇന്ന് CSFുമായി ബന്ധപ്പെട്ട് ഒരു സൈൻ കൂടെ ഉണ്ട്. ദാറ്റ്സ് ദ ഹാലോ സൈൻ. അല്ലേ? ദാറ്റ്സ് ഹാലോ സൈൻ. ദ ഹാലോ സൈൻ കേട്ടിട്ടുണ്ടോ? ഹാലോ സൈൻ. കേട്ടിട്ടുണ്ടോ? ഹാലോ എവിടെ? അല്ലേ? ഹാലോ HALO ഹാലോ സൈൻ. എന്താണ് ഹാലോ സൈൻ? എന്താണ് ഹാലോ സൈൻ എന്ന് പറഞ്ഞത്? എന്താണ് ഹാലോ സൈൻ? ഹാലോ ആരെ പറഞ്ഞു? ഇന്ന് ചെവിയിലൊക്കെ ഇല്ലേ? ആണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ഹെഡ് ഇഞ്ചറി വരുന്ന പേഷ്യന്റ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പാഡ് എടുത്തുകൊണ്ട് പേഷ്യന്റ് ചെവിയിൽ വയ്ക്കുന്ന സമയത്ത്, ആ ചെവിയിൽ വയ്ക്കുന്ന സമയത്ത് ഇന്ന് CSFന്റെ കൂടെ ഇൻ ദ വാട്ടർ കൂടെ ചേർന്ന് വരുമ്പോൾ, ഇൻ ദ CSFന്റെ കൂടെ ഫസ്റ്റ് ഇൻ ദ ബ്ലഡ് സറൗണ്ടിങ് ആയിരിക്കും,
ആൻഡ് ഇറ്റ് ഇസ് യെല്ലോ സൈൻ ആണോടെ? ആണോടെ? ആണോ? It's the blood surrounded by the yellow sign ആണോ? It's the blood surrounded by the yellow sign ആണോ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പോസിറ്റീവ് ആയിരിക്കും? ഇറ്റ്സ് ദ പ്രസൻസ് ഓഫ് ദ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കുമോ? ഇറ്റ്സ് ദ ബ്ലഡ് സറൗണ്ട് ബൈ ഇറ്റ്സ് യെല്ലോ സൈൻ ആണെങ്കിൽ അവിടെ എന്ത് കൂടെ പോസിറ്റീവ് ആയിരിക്കും? ഇറ്റ്സ് ഗ്ലൂക്കോസ് കൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വിളിക്കാം? ഹാലോ സൈൻ എന്ന് വിളിക്കാം. ദ ഹാലോ സൈൻ എന്ന് വിളിക്കാം. ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഇത്രയും പഠിച്ച കുഞ്ഞുങ്ങൾ എല്ലാവരും? ഒരു ക്വസ്റ്റ്യൻ വെച്ച് എല്ലാവരും പഠിച്ചോ? പഠിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് പറയും. ഇത് കുറെ അടുത്ത ക്വസ്റ്റ്യൻ വരും. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് CSFന്റെ ഏറ്റവും നോർമൽ പ്രഷർ പറഞ്ഞില്ലേ? CSFന്റെ ഏറ്റവും നോർമൽ പ്രഷർ പറഞ്ഞില്ലേ? ഏറ്റവും നോർമൽ ഗ്ലൂക്കോസ് എത്രയാ? ഇത് CSFൽ വരുന്ന സമയത്ത് അവിടെ വരുമ്പോൾ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയായിരിക്കും? ഇത് CSFൽ 50 മുതൽ ഒരു 80 ആണോടെ? CSFനകത്തുള്ള ഏറ്റവും നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാ? CSFലുള്ള ഏറ്റവും നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാ? CSFൽ ഒരു 50 മുതൽ ഒരു 80 mg/dl എന്ന കാര്യം കൂടെ ചോദിക്കുക. ഇത് കഴിഞ്ഞ് ഏതോ ഒരു സ്റ്റാഫ് എയിംസ് എക്സാം ഇല്ലേ, അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നേ. എഴുതുമല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റ്യൻ ഇന്ന് എൻ്റെ അടുത്ത് ആരോ സാർ ഇതിന്റെ നോട്ട് ഉണ്ടോ ചോദിച്ചു. ഈ ഗ്രൂപ്പിൽ ആരെങ്കിയാണോടെ? അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. ഒരാളുണ്ട്, അയാൾ ഈ പറഞ്ഞ ഫുട്ബോളിന് വീക്ക് ആണെങ്കിൽ, അയാൾ ലോങ് ജമ്പിൽ വളരെ സ്റ്റാർ ആണെങ്കിൽ അത് എവിടെ വരുന്നത്? ഡിനയിലാണോ, കോമ്പൻസേഷൻ ആണോ, or the displacement ആണോ, or the substitution ആണോ? പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഫുട്ബോളിൽ വീക്കാണ്, പക്ഷെ അതേസമയം ലോങ് ജമ്പിൽ വളരെ വളരെ മികച്ച ഒരാളാണെങ്കിൽ അത് ഡിനയിലാണോ, കോമ്പൻസേഷൻ ആണോ, ഓർ ദ ഡിസ്പ്ലേസ്മെന്റ് ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? പറഞ്ഞേ. കോമ്പൻസേഷൻ ആണോ? അപ്പൊ അറിയേണ്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ വന്നത്? ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ഭാഗം ഏതാ? ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഡിഫൻസ് മെക്കാനിസം അല്ലേ? ആ ഡിഫൻസ് മെക്കാനിസത്തിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? അഡ്ജസന്റ് മെക്കാനിസം ആണോ? ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? അഡ്ജസന്റ് മെക്കാനിസം. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എല്ലാരും ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസം അവിടെ. ഇപ്പൊ നിങ്ങൾക്കും പല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അത് ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിനെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം ആണോ? ഒരു അൺസക്സസ്ഫുൾ സിറ്റുവേഷനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണോ? ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. കുറെ അൺസക്സസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ടോ എല്ലാവർക്കും? നിങ്ങളുടെ ലൈഫിൽ തന്നെ പലർക്കും പല സമയത്തും അൺസക്സസ്ഫുൾ സിറ്റുവേഷൻ പലതും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസം അല്ലേ? നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയും, നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് എല്ലാം കിട്ടാൻ വേണ്ടിയും, നിങ്ങൾ
റെഗുലർ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തൊരു മെക്കാനിസം ആണോ? ഇൻ ദ റെഗുലർ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെ ദ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്? യെസ്. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്താ? ദ ഡിനൈൽ എന്താ? ഫസ്റ്റ് ഓപ്ഷനായ ദ ഡിനൈൽ എന്ന് പറഞ്ഞ എന്തായിരിക്കും? എന്താണ് ഇതിലെ ഫസ്റ്റ് ഓപ്ഷനായ ദ ഡിനൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയബറ്റീസ് ഒന്ന് സമ്മതിച്ചു കൊടുക്കോ? അപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കോടെ എനിക്കത് ഉണ്ട് എന്ന് പെട്ടെന്ന് സമ്മതിക്കൂടെ? ഇല്ല, എനിക്ക് ആ രോഗമില്ല അല്ലേ, അത് സമ്മതിക്കത്തില്ല അല്ലേ? അത് ഏതാ? ഡിനൈൽ അല്ലേ? അത് ഡിനൈൽ അല്ലേ? അല്ലേടേ അല്ലേ? പറഞ്ഞ ഡയബറ്റീസ് ആയാലും കൊളസ്ട്രോൾ ആയാലും എന്ത് അസുഖം വന്നാലും ആദ്യം പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അതെന്തായിരിക്കും? ദ ഡിനൈൽ എന്ന് പറയാം അല്ലെ? ദ ഡിനൈൽ എന്ന് പറയാം. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ദ കോമ്പൻസേഷൻ. എന്താ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന് എക്സാമ്പിൾ ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും. ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് തൊട്ടേ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആണോടെ? അതാണ് കോമ്പൻസേഷൻ. അല്ല ആണോടെ? അല്ല. അപ്പൊ അതെന്തായിരിക്കും? കിട്ടാത്ത മുന്തിരി പുളിക്ക് എന്തായിരിക്കും? ആരോ പറഞ്ഞു ഇടയ്ക്ക്. അതെന്താണ്? റാഷണലൈസേഷൻ ആണോ? ആണോടെ? ഇപ്പൊ നിങ്ങൾ തന്നെ എന്താണ് ഇപ്പൊ കഴിഞ്ഞൊരു എക്സാമിന് എന്താണ് അതിന് ഫെയിലിയർ ആയെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞു കിടക്കുന്ന കുറെ എക്സ്ക്യൂസസിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഈ കഴിഞ്ഞ DHSന് എന്താണ് അതിനുണ്ടായ ഫെയിലിയറിനെ കുറിച്ച് അതിന് മറികടക്കാൻ വേണ്ടി പല എക്സ്ക്യൂസസും പറഞ്ഞു കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഏതാണ്? റാഷണലൈസേഷൻ ആണോ? റാഷണലൈസേഷൻ അല്ലേടെ? ആണോടെ? ആരെയും പറഞ്ഞോടെ? ആരിത് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോടെ? എല്ലാരും പറഞ്ഞല്ലേ? അപ്പൊ എന്താ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ കോമ്പൻസേഷൻ? ഇപ്പൊ ഒരാൾ എന്താണ് പഠനത്തിൽ വീക്കാണ്, പക്ഷെ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം അല്ലേടെ? ഒരാൾ പഠനത്തിൽ വീക്കാണ്, സ്റ്റഡീസിൽ വീക്കാണ്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അത് പാട്ട് പാടാനായാലും എന്ത് ഗെയിംസിലായാലും എന്ത് മ്യൂസിക്കിലായാലും എന്ത് പെയിന്റിങ്ങിലായാലും ഒന്നുകിൽ മറ്റൊന്നിലല്ലേ? അല്ലേടെ? കോമ്പൻസേഷൻ. അതിന് കോമ്പൻസേഷൻ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഒരു എക്സാമ്പിൾ, അങ്ങാടിയിൽ തോട്ടൻ അമ്മയോടെന്നാണോ? ഒരു എക്സാമ്പിൾ, അങ്ങാടിയിൽ തോട്ടന് അമ്മയോടെന്നാണോടെ? അല്ലേടെ? ഇറ്റ് ഈസ് ദ പേഷ്യന്റ് സ്ഥലത്ത് പോകുമ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എപ്പോഴും ഡോക്ടേഴ്സ് ആരെ കുറ്റം പറയും? സ്റ്റാഫ് നേഴ്സിനെ കുറ്റം പറയുന്നത്? ആദ്യം സ്റ്റാഫ് നേഴ്സിനെ കുറ്റം പറയും അല്ലേടെ? ഡോക്ടർ ഒരു പ്രശ്നം വരുന്ന സമയത്ത് സ്റ്റാഫ് നേഴ്സിനെ കുറ്റം പറയും. സ്റ്റാഫ് നേഴ്സ് ആരെ കുറ്റം പറയും? അതിന് താഴെയുള്ള ആൾക്കാരെ പറയും. അതിന് താഴെയുള്ള ആൾക്കാരെ പറയും. അതിനെ വിളിക്കുന്ന പേരെന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലേടെ? ഇപ്പൊ സൂപ്പറന്റ് ആണെങ്കിൽ ഹെഡ് നേഴ്സിനോട് കുറ്റം പറയും. അതേ ഹെഡ് നേഴ്സ് ആണെങ്കിൽ സ്റ്റാഫ് നേഴ്സിനെ പറയും. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ പാവം പിടിച്ച പഠിക്കാൻ വന്ന പിള്ളേരെ പറയാറില്ലേ വഴക്ക്? സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ അവിടെ പഠിക്കാനും വന്ന് നിൽക്കുന്ന പിള്ളേരെ ട്രെയിനീസിനെ എല്ലാം പറയാറില്ലേ വഴക്ക്? കണ്ടിട്ടുണ്ടോ? ആരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ട്രെയിനീസ് വരുന്ന സമയത്ത് അവര് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ ദിവസം നിങ്ങൾ വഴക്ക് പറഞ്ഞു. അതേ ദേഷ്യം നിങ്ങൾ ആരെങ്കിലും
നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരെ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സത്യം പറയണം, സത്യം പറയണം. ഉണ്ടെങ്കിൽ ഉണ്ട്. ആരും പറയില്ല, ആരും പറയുന്നില്ല. അപ്പൊ അതിന് വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൂടെ? അതിനെ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? ദ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേ, പറഞ്ഞേ, പറഞ്ഞേ. പറഞ്ഞേ, പറഞ്ഞേ, സമയമില്ല. ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഒന്ന് കൊണ്ടുവന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ആണോ? ആണോടെ? അതിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ട് ആണോടെ? ആണോടെ? അതിന് ഏറ്റവും എക്സ്ട്രാ പറയട്ടെ. സത്യം പറ, ആണോ? 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 ഇതിൽ വരാത്തൊരു കാര്യമുണ്ട്. ഇതിൽ വരാത്തൊരു കാര്യമുണ്ട്. ഇത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഇത് ഞാൻ പറയാത്തൊരു കാര്യമാണ്. ഇത് പ്രൊജക്ഷൻ എന്താ? ഇറ്റ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഇത് ഞാൻ ഇതിന്റെ ഡിഫൻസ് മെക്കാനിസം ഇതിൽ ഇപ്പൊ പറയാത്ത കാര്യമാണ്. ഇത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ എന്താ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ എന്താ? അതിന് പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാലുവാരി രക്ഷപ്പെട്ടുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ച സമയത്ത് ആരെങ്കിലും കാലുവാരി രക്ഷപ്പെട്ടിട്ടുണ്ടോടെ? പച്ച മലയാളമാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു തെറ്റ് പറ്റിയ സമയത്ത് അത് മറച്ചു വെക്കാനായി ആ തെറ്റ് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? ചുമ്മാ പറയട്ടെ, എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി ആ തെറ്റ് നിങ്ങൾ വേറെ ആരുടെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? ആസ് എ സ്റ്റാഫ് നേഴ്സ് എന്തെങ്കിലും ഒരു സാധനം തെറ്റ് പറ്റിയ സമയത്ത് അവിടെ നിന്ന് അടുത്തൊരു സ്റ്റാഫ് നേഴ്സിൽ അത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ, കാല് വാരിട്ടുണ്ടോ? കാല് വാരിട്ടുണ്ടോ? പ്രൊജക്ഷൻ അല്ലേ? അത് പ്രൊജക്ഷൻ അല്ലേ? ഇല്ല. അയ്യോ, എന്ത് എന്ത് നന്നായിട്ട് പറയുന്നു ഇല്ലെന്ന്. എല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേടെ? എല്ലാരും ചെയ്തിട്ടില്ലേടെ? ഉണ്ടോടെ? യെസ്. ഇതൊരു ക്ലിയർ ആയല്ലോടെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ എന്താ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താ? ഇപ്പൊ ഒരാൾ ഇന്റെ ഫുട്ബോൾ വീക്കാണ്, പക്ഷെ ഇന്റെ ലോങ് ജമ്പിൽ അയാൾ വളരെ മികച്ചതാണെങ്കിൽ അത് ദ ഡിനേൽ ആണോ, കോമ്പൻസേഷൻ ആണോ, ഓർ ദ ഡിസ്പ്ലേസ്മെന്റ് ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? ദാറ്റ്സ് കോമ്പൻസേഷൻ അല്ലേ? ദാറ്റ്സ് കോമ്പൻസേഷൻ ആണല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് കേരള പി.എസ്.സി സ്റ്റാഫ് നേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ബില്ലടയ്ക്കാൻ മറന്നുപോയി, അത് നിങ്ങളെ വന്ന് വഴക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളുടെ ഹസ്ബൻഡ് എന്താണ് ഒരു ബില്ലടയ്ക്കാൻ മറന്നുപോയി, കറണ്ട് ബില്ലടയ്ക്കാൻ മറന്നുപോയി, ഓടി വന്ന് നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഡിസ്പ്ലേസ്മെന്റ് ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ദ പ്രൊജക്ഷൻ ആണോ, ഓർ ദ ഡിനേൽ ആണോ? ദാറ്റ്സ് പ്രൊജക്ഷൻ. ഞാൻ പറഞ്ഞു, ഒരാളുടെ തെറ്റുകളെ മറച്ചു വെക്കുന്നതിന് അത് മറ്റുള്ളവർ നമ്മൾ അടിച്ചേൽപ്പിക്കാറുണ്ട്. വിളിക്കുന്ന പേര് പ്രൊജക്ഷൻ. ഇത് സംഭവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോടെ?
ഡെയിലി നല്ല ഡെയിലി പ്രൊജക്ഷൻ ഉണ്ടല്ലേ, പ്രൊജക്ഷൻ ഉണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസറും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് പ്രൊജക്ഷനും മനസ്സിലായി, ഓർമ്മിച്ചാ മതി. ക്ലിയർ 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 ആയി. ഇല്ല, ഹെഡ്സെറ്റ് വെച്ച് കേട്ടോ, നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഗ്രൈൻഡിങ് ഓഫ് ദ ടീത്ത് ഡ്യൂറിങ് ദ സ്ലീപ്പ്. എന്താ? രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കുന്ന ഏതാണ്? രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കുന്ന സംഭവം വരുന്ന ഏതിലാ? ബ്രൂസിസം അല്ലേ? ആണോ ആണോ? അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ വന്ന ഭാഗം ഏതാ? സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ നിന്നാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ഭാഗം എവിടെ നിന്നാണ്? സ്ലീപ്പ് ഡിസോർഡർ, സൈക്യാട്രിയിലെ സ്ലീപ്പ് ഡിസോർഡറിൽ നിന്ന് വന്ന കാര്യമാണ്. അപ്പൊ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ആ സ്ലീപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഇനിഷ്യേറ്റ് ചെയ്യാനോ അതിന് ഇറ്റ് ഇസ് മെയിൻറ്റെയിൻ ചെയ്യാനോ കഴിഞ്ഞില്ലെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഇസ് ഇൻഎബിലിറ്റി ടു ഇനിഷ്യേറ്റ് ഓർ ദ മെയിൻറ്റെയിൻ സ്ലീപ്പ് ഈസ് കോൾഡ് ആസ് ഇൻസോംനിയ അല്ലേ? രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ സ്ലീപ്പ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നല്ലൊരു തുടക്കം കിട്ടുന്നില്ല, അവിടെ കൃത്യമായി സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഡിപ്രഷനോ കാരണം, ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഡിപ്രഷനോ കാരണം കൃത്യമായിട്ട് ഈ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിളിക്കുന്ന പേര് ഇൻസോംനിയ എന്നാണോ? ഇൻസോംനിയ എന്നാണോ? ഇൻസോംനിയ എന്നാണോ? ഇൻസോംനിയ 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 കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ സോമനാംബുലിസം എന്താ? സോമനാംബുലിസം ഈ ഓപ്ഷനിലുണ്ട്. സോമനാംബുലിസം എന്താ? സ്ലീപ്പ് വാക്കിംഗ് ആണോ? സ്ലീപ്പ് വാക്കിംഗ് ആണോ? സോമനാംബുലിസം സ്ലീപ്പ് വാക്കിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? സോമനാംബുലിസം എന്ന് വിളിക്കുക അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട്, സ്ലീപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നല്ല പകൽ സമയത്ത് അറ്റ് ദ ഡേ ടൈമിൽ നല്ല എക്സസീവ് ആയിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഉറങ്ങുന്നതിനെ വിളിക്കുന്ന പേരെന്താ? അറ്റ് ദ ഡേ ടൈമിൽ നല്ല എക്സസീവ് ആയിട്ടും അൺകൺട്രോളബിൾ സ്ലീപ്പിനെ വിളിക്കുന്ന പേരെന്താ? നാർക്കോലെപ്സി ആണോ? ആണോടെ? ആർക്കും ഉണ്ടോ? ഇത് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ? നല്ല പകൽ സമയത്ത് എക്സാം ടൈമിലൊക്കെ നല്ല ഉറക്കം. യെസ്. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ എന്താ? സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ എന്താ? സ്ലീപ്പ് അപ്നിയ. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് നിങ്ങൾ തൊട്ട് മൂക്കിന്റെ അവിടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പറഞ്ഞ ബ്രീത്തിങ് ടെമ്പററി ആയിട്ട് സ്ലോപ്പ് ആയി എന്ന് വിചാരിച്ച എന്തായിരിക്കും? അതാണോ? ആണോ? ഇത് ബ്രീത്തിങ് അത് ഉറങ്ങുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആയാൽ വിളിക്കുന്ന പേരെന്താ? ഇത് അപ്പർ എയർവേ ബ്ലോക്കേജ് കാരണമാണ്. സ്ഥിരമായിട്ട് വരുന്ന അപ്പർ എയർവേ ബ്ലോക്കേജ് കാരണമായിട്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആയാൽ കാളുടെ സ്ലീപ്പ് അപ്നിയ എന്നല്ലേ? അല്ലേ? ഈ പറഞ്ഞ ഹസ്ബൻഡ് വിചാരിക്കും രക്ഷപ്പെട്ടെന്നല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് വിചാരിക്കും രക്ഷപ്പെട്ടു. ആണോ അവിടെ? യെസ്. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ ക്ലിയർ ആയോ? ഇവിടെ പാരാസോംനിയ എന്ന് പറഞ്ഞ എന്താ? പാരാസോംനിയ എന്ന് പറഞ്ഞ എന്താ? പാരാസോംനിയ സ്ലീപ്പിന്റെ ഇടയ്ക്ക് എണീക്കുന്നതാണ് അവിടെ. സ്ലീപ്പിന്റെ ഇടയ്ക്ക് എണീക്കുന്നതാണ് അവിടെ. പറഞ്ഞ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും ടെൻഷൻ കാരണവും സ്ലീപ്പിന്റെ ഇടയ്ക്ക് എപ്പോഴും എണീറ്റിട്ടുണ്ടോ? വിളിക്കുന്ന പേര് ദ പാരാസോംനിയ വിളിച്ചൂടെ? ദ പാരാസോംനിയ എന്ന് വിളിച്ചൂടെ? യെസ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ആർക്കും പറയാം. ഡിസോംനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോംനിയ എന്ന് പറഞ്ഞാൽ എന്താ?
ആ സ്ലീപ്പ് കൃത്യമായിട്ട് അത് കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണോ? ആ സ്ലീപ്പിന്റെ എമൗണ്ട് ഇത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണോ? ദ ടൈമിങ് ഓഫ് സ്ലീപ്പും ആ സ്ലീപ്പിന്റെ എമൗണ്ടും ആ ക്വാണ്ടിറ്റിയും എല്ലാം കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഇപ്പൊ നിങ്ങളുടെ സ്ലീപ്പിന്റെ ടൈമിംഗ് ഇല്ലേ, സ്ലീപ്പിങ്ങിന്റെ ടൈമിങ്ങും അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ എമൗണ്ട് എല്ലാം അതിൽ ഡിസ്റ്റർബൻസ് വന്നാൽ വിളിക്കുന്ന പേരെന്താ കുഞ്ഞുങ്ങളെ? എന്ത് വിളിക്കാം? സ്ലീപ്പ് ടൈമിംഗ്, ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ടിന് എല്ലാം ഡിസ്റ്റർബൻസ് വന്നാൽ വിളിക്കുന്ന പേര് ഡിസോംനിയ എന്നും വിളിക്കാം. ദ സ്ലീപ്പ് ഡിസോർഡേഴ്സ്. എല്ലാം ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയോ? ഈ ഒരൊറ്റ ഓപ്ഷൻ പറഞ്ഞില്ല. നൊക്ചുറൽ എനൂറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഓപ്ഷൻ കൂടെ പറയാനുണ്ട്. നൊക്ചുറൽ എനൂറിസിസ് എന്ന് പറയുമ്പോൾ ഇത് ബെഡ് വെറ്റിംഗ് ആണോ? ആണോ? ഇത് ബെഡ് വെറ്റിംഗ് ആണോ? ആണോ? ബെഡ് വെറ്റിംഗ് ആണോ? ആണ്. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? സോ ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായോടെ? ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായോടെ എല്ലാവർക്കും? ഇന്ന് പഠിപ്പിച്ചത് എല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും യെസ്. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടുമാറോ ഉണ്ട്, ഇനി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇനി എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് 29 വരെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. നാളെയും കാണാം. ആ പറഞ്ഞ തിയറി എല്ലാം പഠിക്കും. താങ്ക് യു.